ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ അൾട്ടിമേനെ കുറിച്ചിട്ടാണ്. ഇത് 2016 മോഡല് ബേസിക് ഓപ്ഷന് അൾട്ടിമ. ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ നമ്പർ 2 കാർ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ UAE ആരെങ്കിലും കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, ഭാവിയിൽ കാർ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം, ഷാർജയിൽ നിന്ന്, ലേലത്തിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അതിന് നമ്പർ പ്ലേറ്റ് ഇട്ട് നിരത്തുകളിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാം, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനൽ മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോസും ഒന്ന് നോക്കാം. പുതുതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് കാണുന്ന 75% ആൾക്കാരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. 25% ആൾക്കാർ മാത്രമേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ, വണ്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന, നിങ്ങൾ വണ്ടിയുമായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ, ലേലത്തിൽ ഒരു വണ്ടി എടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ, അതുപോലെ ആ ബെൽ ബട്ടനും കൂടി അമർത്തുക. മറ്റൊരു കാര്യം, ഇന്ന് ഞാൻ പൊതുവെ കാണിക്കുന്നത് പോലെ എല്ലാ വണ്ടിയും ഒരുമിച്ച് കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇനി മുതൽ ഈ ചാനലിൽ ഇന്നലെ അല്ല മിന്നാന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ വണ്ടീനെ കുറിച്ചിട്ട്, ആ വണ്ടി ഒന്ന് കാണിക്കാമോ, ഈ വണ്ടി ഒന്ന് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പല വീഡിയോസിലും അത്തരം മെസ്സേജുകൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ആഴ്ചയിൽ 2-3 വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അത് ഒരു ദിവസം ഒരു വണ്ടി കാണിച്ചിട്ട് ആ വണ്ടീന്റെ ഒരു എക്സ്പ്ലനേഷൻ, ആ വണ്ടിക്ക് എത്രത്തോളം ആക്സിഡന്റ് ഉണ്ട്, ആ വണ്ടി ഫ്ലഡ് ആണോ അല്ലയോ, ആ വണ്ടിക്ക് എത്രത്തോളം ആക്സിഡന്റ് ഉണ്ട്, ആ വണ്ടി എങ്ങനെയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും, ആ വണ്ടി പാസിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അൾട്ടിമേനെ കുറിച്ചിട്ടാണ്. ഈ അൾട്ടിമേനെ കുറിച്ചിട്ട്, ഇത് 2016 മോഡൽ അൾട്ടിമയാണ്. ഇതാ ഞാൻ മോഡൽ കാണിച്ചു തരാം. 2016 മോഡൽ അൾട്ടിമയാണ്. 15,000 ദിറംസാണ് ഇതിന് സ്റ്റാർട്ടിംഗ് ബിഡ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറേ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്, 15,000 അതിന് പ്രൈസ് ഇട്ടിട്ടുണ്ട്, നമുക്കത് വില കുറഞ്ഞ് കിട്ടുമെന്ന്. അങ്ങനെയല്ല, ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിംഗ് ബിഡ് കൊടുത്തിട്ടുള്ളത് 15,000 ദിറംസാണ്. 15,000 മുതൽ ഇത് തുടങ്ങും. ചിലപ്പോൾ 16,000, 17,000, 18,000 ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അൾട്ടിമ ഞാൻ ആദ്യം പുറത്ത് നിന്നൊന്ന് കാണിക്കാം. ഇതാണ് ഈ അൾട്ടിമൻ്റെ ഔട്ട്ലുക്ക്. ഈ അൾട്ടിമക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത് ഈ ഡോറിനാണ്. ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോറിനാണ് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ അൾട്ടിമ ഞാൻ പറഞ്ഞു, ഇത് ബേസിക് ഓപ്ഷനാണ്. 2016 മോഡലാണ്. 15,000 ദിറംസാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ അകം കാണിക്കാം, വണ്ടീൻ്റെ അകം. ഓക്കെ, അത് ബാക്ക് സൈഡ് കാണിക്കാം. ഇത് ഈ അൾട്ടിമൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് വലിയ ഡിഫക്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ആ മുകളിൽ കാണുന്ന ഡിഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫ്രണ്ടാണ്. ഇത് ഫ്രണ്ട് ഈ അൾട്ടിമൻ്റെ ഡോറാണ്. ഓക്കെ, അകത്തോട്ട് പോയെങ്കിൽ ഉള്ളിലൊരു ഡിഫക്റ്റ് കാണുന്നുള്ളത്, അവിടെ ആ മുകളിൽ ഒരു സാധനം ഇളകി കിടക്കുന്നുണ്ട്. അതുപോലെ സൈഡ് സീറ്റിൻ്റെ എയർ ബാഗും വന്നിട്ടുണ്ട്, മുകളിലുള്ള കർട്ടൻ എയർ ബാഗും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാൻ പോകുന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഈ അൾട്ടിമയ്ക്ക് തൽക്കാലം നമുക്ക് ചെറിയ പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഡോറ് വിത്ത് മിറർ, ഇതാണല്ലോ ഈ മിറർ. ഓക്കെ, ഈ ഒരു ഡോറ് മുഴുവൻ അങ്ങ് ഇളക്കി മാറ്റുക. അതിനുശേഷം പുതിയൊരു ഡോറ് സിൽവർ കളർ കിട്ടിയാൽ ആ സിൽവർ കളർ തന്നെ, ഈ കളറിനൊരു കോഡുണ്ട്. ഈ കളർ കോഡുള്ള അൾട്ടിമയുടെ ഡോറ് നമുക്ക് യൂസ്ഡ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വിത്ത് ഗ്ലാസ് ഏകദേശം ഒരു 600 ദിറംസ് അല്ലെങ്കിൽ 650 ദിറംസ്. അത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഒരു 600 ദിറംസ് വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ. അതിന് ഗ്ലാസ് മിറർ അതിന് ഓൾറെഡി ഇതിൽ കിടക്കുന്നുണ്ട്. മിററിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് മിററിനൊന്നും സംഭവിച്ചിട്ടില്ല.
അതുകൊണ്ട് വിത്തൗട്ട് മിറർ ഒരു 600 650 അത് ഡിപ്പെൻഡ് ഓഫ് ദ ബാർഗെയിൻ, നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നു ആ രീതിയിൽ നമുക്ക് കിട്ടും. അത് വാങ്ങിയാൽ അതിൻ്റെ ഡോറിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഡോറൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ഇന്നറും ഔട്ടറും ഒക്കെ നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ. ആ ഡോറിൻ്റെ പണി കഴിഞ്ഞു. ആ ഡോറ് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫെൻഡറാണ്. ഈ ഫെൻഡർ ഇവിടെ ഉടഞ്ഞിട്ടുണ്ട്. ഈ ഫെൻഡർ ഇത് വലിച്ച് നമുക്ക് നിവർത്തി ശരിയാക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു 160 ദിറംസിന് ഈ ഫെൻഡർ കിട്ടും. അത് ബ്ലാക്ക് കളറിലാണ് ഫെൻഡർ വരല്. ആ 160 ദിറംസിന് ഒരു ഫെൻഡർ വാങ്ങാം, അവിടെ ഫിറ്റ് ചെയ്യുക, അതിന് സിൽവർ കളർ പെയിൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ റണ്ണിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതാണ് റണ്ണിങ് ബോർഡ്. ഈ റണ്ണിങ് ബോർഡിന് കൂടുതൽ പരിക്കൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ആ റണ്ണിങ് ബോർഡ് തന്നെ അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡോറ് മാറേണ്ട ആവശ്യമില്ല. ഇത് ബാക്ക് ഡോറാണ്. ഈ ഫ്രണ്ടിലുള്ള അടീൻ്റെ ഒരു ആഘാതം ഈ ബാക്ക് ഡോറിലും വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ചളുക്ക് കാണുന്നുണ്ട്. ഈ ചളുക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇത്ര കാര്യം മാത്രം ഈ വണ്ടിയുടെ പുറത്ത് ചെയ്താൽ മതി. മറ്റൊരു കാര്യം, ചില വണ്ടികൾ ഫ്ലഡ് വണ്ടികളുണ്ടാവും, വെള്ളത്തിൽ വീണ വണ്ടികൾ ചില സമയത്ത് ചില ഓപ്ഷനുകളിൽ, ഈ ഓപ്ഷൻ എന്നല്ല ഞാൻ പറയുന്നത്, ചില ഓപ്ഷനുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും സൈഡ് തട്ടിയോ പൊളിച്ചിട്ടോ ഇങ്ങനെ വെക്കും. അത് ആക്സിഡൻ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നോക്കി, ഇത് ഫ്ലഡ് വണ്ടിയല്ല, ഇത് ആക്സിഡൻ്റ് ആയ വണ്ടി തന്നെയാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ കർട്ടൻ എയർ ബാഗ് ഉണ്ടല്ലോ, ഈ മുകളിൽ കാണുന്ന എയർ ബാഗ്, അത് ഒന്നെങ്കിൽ ഫില്ല് ചെയ്താൽ അത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ 100% ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റൂല. അത് നമുക്ക് ഷോറൂം കണ്ടീഷനിൽ തന്നെ അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. എയർ ബാഗ് ഇട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇടാതെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഈ സീറ്റിൻ്റെ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഈ സീറ്റും നമുക്ക് ടൈലറിങ് ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ ഈ സീറ്റ് അടിക്കുന്ന ടീംസ് ഉണ്ട്, അവരത് ഷോറൂം കണ്ടീഷൻ പോലെ ചെയ്തു തരും. അത്ര കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഈ വണ്ടി ക്ലിയറായി. അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഞാൻ അപ്രോക്സിമേറ്റ് ഇതിൻ്റെ സാധനത്തിനും വർക്കിനും കൂടി ഞാൻ ഏകദേശം ഒരു 2000 ദിറംസ് ഈ വണ്ടിക്ക് ചിലവിട്ടാൽ ഈ വണ്ടി നന്നായി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു കസ്റ്റമർ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വന്നാൽ ഞാൻ ഈ വണ്ടി കാണിച്ചു കൊടുത്തെങ്കിൽ ഞാൻ പറയും ഏകദേശം ഒരു 2000 ദിറംസ്. ചിലപ്പോൾ ഞാൻ ഒരു 500 ദിറംസ് കൂട്ടി പറയും. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നതിനെക്കാട്ടിയും കൂടുതലായിപ്പോയെങ്കിൽ നമുക്ക് ഒരു പേര് ദോഷമല്ല. അതുകൊണ്ട് ഒരു 2500 ദിറംസിന് ക്ലിയർ ആക്കി തരാമെന്ന് പറയും. പിന്നെ ഇവിടെ 2016 15,000-നാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഒരു സംശയമായിരിക്കും ഇത് ഏകദേശം എത്ര വിലക്ക് നമുക്ക് കിട്ടുമെന്ന്. അത് ഡിപ്പെൻഡ് ഓഫ് ദ ഡേ, ഡിപ്പെൻഡ് ഓഫ് ദ കാർ. ഇപ്പോൾ ഈ വണ്ടിക്ക് കൂടുതൽ അടിയില്ല, പക്ഷേ എയർ ബാഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി മാർക്കറ്റിൽ കുറച്ച് വില കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 17,500 മുതൽ 19,000 ദിറംസ് വരെ ഈ വണ്ടി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2,500 ദിറംസ് ഇതിന് മുതലിറക്കിയെങ്കിൽ ഏകദേശം 19,500 പ്ലസ് 22,000 ദിറംസിന് 2016 മോഡൽ ബേസിക് മോഡൽ അൾട്ടീമ റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് ഈ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടീൻ്റെ ഇഞ്ചൻ ലീക്ക്, അതുപോലെ ഗിയറിൻ്റെ പ്രശ്നം, ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതൊന്നും നമുക്ക് ഇപ്പോൾ നോക്കാൻ പറ്റുന്ന കാര്യമല്ല, അതൊക്കെ പിന്നീട് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇഞ്ചനും നോക്കേണ്ടത് ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ ഇഞ്ചൻ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കേബിള് പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇല്ല. ഇതാണ് ഇതിൻ്റെ ഇഞ്ചൻ സൈഡ്. ഇഞ്ചനിൽ പ്രത്യേകിച്ചിട്ടൊരു ഡിഫോൾട്ടൊന്നും കൂടുതൽ കാണുന്നില്ല. ഓക്കെ, പിന്നെ ഇത് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വണ്ടി വേണം എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ തലനാര് മുറിച്ച് കീറി പരിശോധിച്ചിട്ടായിരിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇഞ്ചൻ്റെ നോക്കേണ്ട പല ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. അതുപോലെ ഈ വണ്ടിയുടെ അടിവശമൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ ഈ വണ്ടി ഒരു കസ്റ്റമർക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് 2016 മോഡൽ അൾട്ടിമയാണ്. അപ്പം മറ്റൊരു വണ്ടിയും കൂടി ഇന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, ഇന്ന് ഓപ്ഷൻ ചെയ്യാൻ പോകുന്ന വണ്ടികളൊക്കെ ഇതാണ്. ഏകദേശം ഒരു 120-130 വണ്ടികൾ ഓപ്ഷനിലോട്ടേക്ക് വരും. എല്ലാ ദിവസവും ഉണ്ടാവും. ഇന്ന് നമുക്ക് ആരെങ്കിലും വന്നെങ്കിൽ നമുക്കൊരു വണ്ടി എടുത്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് മറ്റൊരു വണ്ടി, സിമ്പിളായിട്ടുള്ള ഒരു വണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ ഒരു സെൻട്ര അടുപ്പുണ്ട്.
ആ സെൻറ്റർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സെൻട്രയാണ്. സെൻട്ര 2018 മോഡൽ സെൻട്രയാണ്. 11,000 ദിറംസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. സൈഡൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ആ സൈഡിൽ കൂടി കാണിക്കാം നിങ്ങൾക്ക്. സൈഡൊന്നും ഒരു പ്രശ്നമില്ല. ബാക്ക് നോക്കട്ടെ. ബാക്കും പ്രശ്നമില്ല. SV ആണ് ഇതിൻ്റെ ഓപ്ഷന്. ബാക്കും പ്രശ്നമില്ല. ഈ സൈഡും പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ പ്രശ്നം ആദ്യം നമുക്ക് അകത്ത് നോക്കാം. ബാക്ക് ഡോർ ഒന്ന് തുറന്നു നോക്കിയെങ്കിൽ അകത്ത് ബാക്കിൽ ഡോറൊക്കെ ഓക്കെയാണ്. ബാക്ക് ഡോറും ഓക്കെയാണ്. മുകളിൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് എയർ ബാഗ് വന്നിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് എയർ ബാഗ് നമുക്ക് സിമ്പിളായിട്ട് ഒറിജിനൽ വാങ്ങിയിടാൻ പറ്റും. സ്റ്റിയറിംഗ് എയർ ബാഗ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റിൽ എയർ ബാഗ് ഇത് തന്നെ റിപ്പയർ ചെയ്തിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് യൂസ്ഡ് മാർക്കറ്റിൽ അവർ കൊടുക്കും. നമുക്കത് വർക്ക് ചെയ്യാത്ത രീതിയിൽ ഈ എയർ ബാഗ് ശരിയാക്കുന്നുണ്ടെങ്കിൽ ഒരു 60 ദിറംസിൻ്റെ ഒരു കവർ വാങ്ങിയിട്ടാൽ മതി. വർക്ക് ചെയ്യില്ലാന്നേ ഉള്ളൂ. അവിടെ ഒരു ബോറൊന്നായിട്ട് കാണൂല. വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എയർ ബാഗ് വാങ്ങിയിടണമെങ്കിൽ ഏകദേശം 700-800 ദിറംസ് ചിലവുണ്ട്. മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന എയർ ബാഗ് ആണെന്നും പറഞ്ഞിട്ട് 300-350 ദിറംസിനൊക്കെ വിൽക്കുന്നുണ്ട്. അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട ഒരാളെ കൂട്ടിയിട്ട് പോയി വാങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഇഞ്ചനാണ്. ഈ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് ഞാൻ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബമ്പർ മാറണം. ബമ്പർ അതിൻ്റെ ഈ സാധനം നമുക്ക് ഇതന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഈ കെഷഫ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റും. ബമ്പർ ഇതിൻ്റെ മാറണം. ഇതിൻ്റെ റിപ്പയർ വെച്ചെങ്കിൽ ഇത് കുറച്ച് പണിയുള്ള വണ്ടിയാണ്. ഒരു കസ്റ്റമർ വന്നെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുന്നത് എനിക്ക് ഇത് പണിയെടുത്ത് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഈ വണ്ടി എടുത്ത് കൊടുക്കും. അതല്ലാതെ ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾക്ക് കൂടുതൽ റിസ്കിനൊന്നും നിൽക്കാൻ പറ്റൂല, കുറേ പണിക്കൊന്നും നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആ കസ്റ്റമറിന് ഈ വണ്ടി ഒരിക്കലും പ്രിഫർ ചെയ്യൂല. കാരണം ഒന്ന്, ഈ വണ്ടി നന്നായിട്ട് ഫ്രണ്ട് അടിച്ചിട്ടുണ്ട്. ഇതൊന്നും പ്രശ്നമില്ല. ഈ റേഡിയേറ്റർ പോയതൊന്നും പ്രശ്നമില്ല. പുതിയ റേഡിയേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചെയ്സിൽ എനിക്കൊരു സംശയമുണ്ട്. അത് അടിഭാഗത്തൊന്നും കൂടി ഒന്ന് നോക്കണം. ഇതാണ് ഈ വണ്ടീൻ്റെ ചെയ്സായിട്ട് വരുന്നത്. ഈ വണ്ടീൻ്റെ ചെയ്സിൻ്റെ ഭാഗം ഇതാണ്. ഇത് ചെയ്സ് എക്സ്റ്റൻഷനാണ്. ഈ ചെയ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അത് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തലനാഴി കീറി മുറിച്ച് പരിശോധിച്ചാൽ മാത്രം മനസ്സിലാവും. മറ്റൊരു കാര്യം, ഈ വണ്ടിയുടെ കമ്പ്യൂട്ടർ ഇതാണ്. ഈ വണ്ടീൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഫ്യൂസിൻ്റെ ഇത് വരുന്നുള്ളത്, ഫ്യൂസിൻ്റെ റാക്ക് വരുന്നുള്ളത്. ആ റാക്ക് അങ്ങ് ഇളകിയിട്ടുണ്ട്. അതുപോലെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത പല പ്രശ്നവും ഈ വണ്ടിക്ക് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് 2018 ഏകദേശം 20,000-21,000 ദിറംസിന് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി നമുക്ക് ആ പ്രൈസിനൊന്നും എടുക്കാൻ പറ്റൂല. ഈ വണ്ടി ഒരു 13,000-14,000 ദിറംസിന് കിട്ടിയാൽ ഈ വണ്ടി നമുക്ക് എടുക്കാം. ഏകദേശം 6 മുതൽ 7,000 ദിറംസ് വരെ ഈ വണ്ടിക്ക് ചിലവിടേണ്ടി വരും. ഓക്കെ, അതാണ് ഈ വണ്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ. അതുപോലെ ഇന്ന് ഉള്ള വണ്ടികൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇന്നൊരു 3 വണ്ടി കാണിക്കാം. ഇത് കിയ ഒപ്റ്റിമ 2019 മോഡലാണ്. കിയ ഒപ്റ്റിമ. ഇതിന് 21,000 ദിറംസ്. 2019 മോഡൽ കിയ ഒപ്റ്റിമ 21,000 ദിറംസാണ് ഇതിന് വില സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം ഒരു ഡോറും ഒരു ടയറും ഒരു ഫെൻഡറും ആണ്. പക്ഷെ അകത്ത് പോയെങ്കിൽ കർട്ടൻ എയർ ബാഗും പോയിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ എയർ ബാഗും പോയിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് വർക്കിംഗ് കണ്ടീഷനിൽ ആയിരിക്കില്ല. അതുപോലെ റൈറ്റ് സൈഡ് റണ്ണിങ് ബോർഡ്. ഇതാണ് റണ്ണിങ് ബോർഡ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റണ്ണിങ് ബോർഡ്, ഒരു ഡോർ ഫുൾ സെറ്റ്, അതുപോലെ ഒരു ഫെൻഡർ. ഇതിൻ്റെ ഇഞ്ചൻ ഭാഗമൊന്നും ഇത് തുറന്നിട്ടില്ല. അതുകൊണ്ട് അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ വണ്ടി ഞാൻ കാണിക്കും. നിങ്ങൾക്ക് വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിലൊരു വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് കമൻസ് ആയിട്ട് ഇടണം. ഞാൻ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
ഇതൊരു 4Runner ആണ്. ഒരു അബുദാബിയിൽ നിന്ന് ഒരു കസ്റ്റമർ 4Runner ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ലെക്സസ് ES 350 നല്ല അടിപൊളി വണ്ടിയാണ് ഈ ES 350. പിന്നെ ചെറിയ വണ്ടി ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതൊരു സെൻട്ര 2019 സെൻട്ര. നേരത്തെ നോക്കിയ 18 ഇത് 2019 സെൻട്രയാണ്. ഇതിൻ്റെ പുറകിലാണ് ആക്സിഡൻറ്റ്. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം 2-3 വണ്ടി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചെങ്കിൽ പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളടക്കം എന്നോട് ചോദിക്കാറുണ്ട്, ഒരു 10,000 ദിർഹംസിന് നമുക്ക് ഒരു വണ്ടി റെഡിയാക്കി തരുമോയെന്ന്. അപ്പം ഞാൻ ആർക്കും അതിന് നിൽക്കില്ല. കാരണം വെച്ചാൽ ചെറിയ പൈസൻ്റെ വണ്ടിക്ക് അത്ര ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ മിന്നാന്നൊരു വണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിന് എടുത്തു കൊടുത്തത്, അത് അവൻ്റെ കെയർ ഓഫിൽ ആരോ വന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ അവനക്കൊരു വണ്ടി 2011 മോഡൽ ഒരു നിസാൻ ടീഡ 1.8 GCC 11,000 ദിർഹംസിന് വാങ്ങിച്ചു കൊടുത്തു. അതിപ്പോൾ അമേരിക്കൻ വണ്ടി നിസാൻ ടീഡ 2011 ഇവിടെയെങ്കിലും ഒരു 12,500 രൂപ വരെ ഇവിടെ ലേലം പോകുന്നുണ്ട്. ചിലപ്പോൾ 500-1000 രൂപൻ്റെ പണി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും GCC വണ്ടിക്ക് വില കുറവല്ലേ, അമേരിക്കൻ വണ്ടിക്ക് വില കൂടുതലാണ്. ഇപ്പോൾ ആ വണ്ടി അവന് പാസിങ്ങിന് കൊണ്ടുപോയി. പാസിങ്ങിന് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നം, പാസിങ് അവിടുന്ന് 4-5 ഡിഫക്റ്റുകൾ അവൻക്ക് എഴുതി കൊടുത്ത്, അതിലുള്ള ഒരു ഡിഫക്റ്റ്, ബാക്കി 3 നമുക്ക് സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. അതിൽ ഒരു ഡിഫക്റ്റ് വെച്ചെങ്കിൽ ഇഞ്ചിന്ന് വൈറ്റ് സ്മോക്ക് പോകുന്നുണ്ട്. ആ സ്മോക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. ഈ സ്മോക്കിന് 2-3 കാര്യങ്ങളുണ്ട്. സ്മോക്ക് വരാൻ കാരണം 2-3 കാരണങ്ങളാണല്ലോ. ഒന്നെങ്കിൽ ഓയിൽ കൂടുതലായെങ്കിൽ സ്മോക്ക് കൂടുതൽ വരും, അല്ലെങ്കിൽ ഓയിൽ കറുത്തു പോയെങ്കിൽ സ്മോക്ക് കൂടുതൽ വരും. മറ്റൊരു കാര്യം, ഇഞ്ചിൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്മോക്ക് കൂടുതൽ വരും. US നിന്ന് വരുന്ന വണ്ടി ആ തട്ടിയ കാര്യങ്ങൾ റിപ്പയർ ചെയ്യാനുള്ളത് ഇഞ്ചിന് കൂടുതൽ പ്രോബ്ലം വരാറില്ല. പിന്നെ ഓരോരാളെ നസീബ് പോലെ ആയിരിക്കും. അപ്പോൾ പാസിങ്ങിൻ്റെ അവിടെ വണ്ടി ഫൈലായിട്ടുണ്ട്. ഇപ്പോൾ ആ വണ്ടി അവന് അതിനകത്ത് പാസ് ചെയ്യണം. അതിന് കുറേ ഇഞ്ചൻ പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ചൻ മാറണം. ഇതൊക്കെ GCCയിൽ വരുന്ന വെച്ചെങ്കിൽ GCCയിൽ ആൾക്കാർ കൂടുതലും ഷോറൂമിൽ നിന്ന് വണ്ടി സർവീസ് ചെയ്യുന്നില്ല. വണ്ടി അധികം സാധാരണ ഗ്യാരേജുകളിൽ പോയിട്ടാണ് സർവീസ് ചെയ്യാറ്. അതുകൊണ്ടാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള പണികൾ എടുക്കാത്തത് കൊണ്ടാണ് വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ഒരു 10,000 ദിർഹംസിൻ്റെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തൽക്കാലം നിങ്ങൾ വണ്ടി എടുക്കണ്ട. ഒന്നുകിൽ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 18,000-20,000 ദിർഹംസിൻ്റെ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഞാനിത് പറയുന്ന കാരണം, ചിലപ്പോൾ നിങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ 10,000 ഇല്ലും, ഞങ്ങൾക്ക് അങ്ങനെ 20,000 വണ്ടി, എങ്ങനെയെങ്കിലും ഒരു 20,000 സെറ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഒരു 10,000 ദിർഹംസിൻ്റെ വണ്ടി എടുത്താൽ നിങ്ങൾ ഒരു 2 മാസം 3 മാസം ആ വണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 5,000, 6,000, 8,000 ദിർഹംസ് ആ വണ്ടിയിൽ ചിലവാകും. പഴയ വണ്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും ചിലവാകും. അതുകൊണ്ട് മാക്സിമം പുതിയ വണ്ടി എടുക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, അറിയുന്ന കാര്യങ്ങൾ, മനസ്സിൽ വന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വഴിയാ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അടുത്ത് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റൂ. കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടീനെ കുറിച്ചിട്ട് ഏകദേശം മനസ്സിലാവും. വണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്. മൻസൂർ അലി മുഹമ്മദ് ചിത്താരി. താങ്ക് യു.